വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. ഇന്ന് പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ മാർച്ച് 31 ആയിരുന്നു, ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് ആയിരുന്നു. സോ നാളെ ഏപ്രിൽ 1. കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഏപ്രിൽ പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ റിലേറ്റഡ് ട്രാൻസാക്ഷൻസിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ കുറച്ച് നമ്മൾ സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ട കുറച്ച് മാറ്റങ്ങൾ നമ്മളൊന്ന് നോക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്പൊ നാളെ മുതലാണ് ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്, ഞാനൊരു വീഡിയോ ഇട്ടതാണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം. ഓർമ്മയുണ്ടോന്നറിയില്ല, കണ്ട ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. ഇൻകം ടാക്സ് ആക്ട് 1961 പോയി പുതിയ ആക്ട് വന്നു, ഇൻകം ടാക്സ് ആക്ട് 2025. ഓക്കെ, ഇനി ടാക്സ് ഇയർ എന്നുള്ളതാണ് വേർഡ്. ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, ഇതൊക്കെ പോയി നമുക്കിനി ഒറ്റ വേർഡ് ഉപയോഗിച്ചാൽ മതി, ടാക്സ് ഇയർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചാൽ മതി. പിന്നെ കുറച്ച് കാര്യങ്ങളുള്ളത് പാൻ കാർഡിലാണ്. കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ സംസാരിച്ചിട്ടുള്ളത് ഞാൻ അതിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിലും നമ്മൾ നോട്ട് ചെയ്തതാണ്. അതായത് ഭൂമിയൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 20 ലക്ഷത്തിൽ മുകളിലാണ് നമ്മുടെ സെയിൽ വാല്യൂ എന്നുണ്ടെങ്കിൽ ആധാരത്തിൽ പാനിന്റെ നമ്പർ കാണിക്കണം എന്നുള്ളത്. പണ്ട് അത് 10 ലക്ഷമായിരുന്നു, അതാണ് 20 ലാക്സിലേക്ക് മാറ്റിക്കൊണ്ട് വന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പാനിൽ വന്നത് ഒരു കാറിന്റെ വിലയൊക്കെ 5 ലക്ഷത്തിൽ മുകളിൽ വിലയുള്ള കാറുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ പാൻ നമ്പർ നമ്മൾ കാണിക്കണം എന്നുള്ളതും വന്നിട്ടുണ്ട് എന്നതാണ്. നെക്സ്റ്റ് ഹോട്ടൽ ബില്ലുകൾ, അതേപോലെ തന്നെ ഈവന്റ് മാനേജ്മെന്റ് ബില്ലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പാൻ നമ്പർ നോട്ടിഫൈ ചെയ്യണം. പക്ഷെ അത് നോട്ടിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് 1 ലാഖിന് മുകളിൽ പ്രൈസ് പോയാൽ മാത്രമാണ് നമുക്കത് നോട്ടിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. പണ്ട് അത് 50,000 ആയിരുന്നു അത് എമൗണ്ട് ഉണ്ടായിരുന്നത്. അതൊരു ആശ്വാസമായി തന്നെ പറയാം. അതേപോലെ തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്സ്, പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റ്സ് ഒക്കെ ഒരു വർഷത്തെ നമ്മുടെ ലിമിറ്റ് 10 lakhs per annum ആണ്. പാൻ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാൻ നമ്പർ നമ്മൾ നോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. പണ്ട് അത് ഡെയിലി ലിമിറ്റ് ഒരു 50,000 ഉണ്ടായിരുന്നു, അത് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് പറയാനുള്ളത്, ശ്രദ്ധിക്കാനുള്ള RBI ഗൈഡ് ലൈൻസ്, ഗോൾഡ് ലോൺ റിലേറ്റഡ് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഗോൾഡ് ലോൺ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഗോൾഡ് ലോൺ 2,50,000 താഴെയാണെങ്കിൽ നമ്മൾ പണയം വെക്കുന്ന സ്വർണ്ണം ഉണ്ടല്ലോ, ആ സ്വർണത്തിന്റെ ഒരു 85% വാല്യൂ നമുക്കതിൽ നിന്ന് കിട്ടും, റിയലൈസ് ചെയ്ത് എടുക്കും എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ലോൺ എടുക്കുന്ന എമൗണ്ട് 2,50,000-ന്റെയും 5 lakhs-ന്റെയും ഇടയിലാണ്, ആ ഒരു ബാൻഡ് വിഡ്ത്തിന്റെ ഇടയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പണയം വെക്കുന്ന ആ ഗോൾഡിന്റെ 80% ആണ് കിട്ടും. ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 5 lakh, 75% വാല്യൂ അതിൽ കണക്കാക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്നുള്ളത്. പിന്നെ നമ്മൾ വേറൊരു വേർഡ് 2-factor authentication എന്നാണ് ഉള്ളതാണ്. അതിൽ എന്താ വെച്ചാൽ നമ്മൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് നമ്മളിപ്പോൾ പണ്ട് OTP മാത്രമേ ഉണ്ടാവുള്ളൂ, ഇനി അതുപോലെ 2 എണ്ണം വരും എന്നുള്ളതാണ്. OTP പിന്നെ ഒരു പിന്നും ആയിരിക്കാം, അല്ലെങ്കിൽ OTPയും ഫേസ് റെക്കഗ്നിഷനും ആയിരിക്കാം, അത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടോക്കണുകൾ ഏതെങ്കിലുമൊക്കെ 2 ഓതന്റിക്കേഷൻ ആണ് ഇനി ഉണ്ടാവുക എന്നുള്ളതാണ്, 2-factor authentication. ഇനി നെക്സ്റ്റ് പിന്നെ പറയുന്നത് ടോൾ ഉള്ള സ്ഥലത്താണ്. ടോൾ പ്ലാസയിൽ നമ്മൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് മാത്രമേ സമ്മതിക്കുള്ളൂ, ഇനി ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒന്നും സമ്മതിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല റേറ്റ് കൂട്ടിയിട്ടുണ്ട്. 3,000 എന്നുള്ള ആനുവൽ റേറ്റ് 3,000 എന്നുള്ളത് മാറിയിട്ട് 3,075 rupees അതിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ATM കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ. ഓരോ ബാങ്കുകളും അവരവരുടെ സർവീസ് ചാർജ്, ATM സർവീസ് ചാർജുകൾ മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ഇമെയിലിലേക്ക് അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഇമെയിൽ ഒന്ന് എടുത്ത് നോക്കണം. അത് ഓരോ ബാങ്കിന്റെയും, HDFC ഒക്കെ 2-3 ദിവസമായിട്ട് തന്നെ അലേർട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങിയിരുന്നു, എന്താണ് വ്യത്യാസം എന്നുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്, റേറ്റ് ഒക്കെ കുറച്ച്, ചാർജസ് ഒക്കെ കുറച്ച് കൂടിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് TCS എന്ന് പറയും. അതായത് നമ്മൾ പൈസ അയച്ചു കൊടുക്കും എബ്രോഡിലേക്ക്. കുട്ടികളൊക്കെ വിദേശത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് പൈസയൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഹെൽത്ത് ചികിത്സയ്ക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാവും, സോ ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാവും അങ്ങോട്ട്. അപ്പൊ TCS എന്ന് പറയും, ടാക്സ് കളക്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ ആ റേറ്റിൽ നല്ല താഴേക്ക് ഇറക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ 2%-ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ്, കുറെ പേർക്ക് വലിയൊരു ആശ്വാസമാണ്. ഫോറിൻ ടൂറൊക്കെ പോകുമ്പോൾ 20% ഒക്കെ ആയിരുന്ന ഇതാണ്
നേരിട്ട് കുത്തനെ അതൊരു 2%ലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യമാണ് ട്രെയിൻ ടിക്കറ്റിന്റെ കാര്യം. നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് 8 hours ഇനി യാത്ര ചെയ്യാൻ ഇനി ഒരു 8 മണിക്കൂറും കൂടി ഉള്ളൂ, അല്ലെങ്കിൽ അതിൽ കുറവേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യാണ്, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പൈസ പോലും മടക്കി കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസലേഷൻ ശ്രദ്ധിക്കണം. ഫുൾ എമൗണ്ടും റിയലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 72 hours ബിഫോർ നമ്മൾ എന്ത് ചെയ്യണം, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് മേജർ ഹൈലൈറ്റ്സ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു പൈസ പോലും നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് പറയാം. ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബാങ്കുകളിലെ ട്രാൻസാക്ഷൻസ്, ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിലേക്കൊക്കെ വരും. ഇപ്പോൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളിലൊക്കെ വരും. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. പുതിയൊരു വർഷം വരുന്നു, ടാക്സ് ഇയർ വരുന്നു. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1st April 2026 ഓൺവേർഡ്സ്. ഞാൻ വാച്ച് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടണും നിങ്ങൾ ഒന്ന് ചെയ്യണം. അതേപോലെ തന്നെ ബെൽ ബട്ടണും നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ മറക്കാതെ ചാനൽ ലൈക്കും ഷെയറും ചെയ്യണം. ബൈ, താങ്ക് യു.